ഹലോ. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൽ ഡീറ്റെയിൽഡായിട്ട് എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ബേസും ഇക്വേഷൻസും ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് പ്രോബ്ലംസിലോട്ട് പോകാം. സിമ്പിൾ പ്രോബ്ലമാണ്. എയും ഡിയും തന്നിട്ടുണ്ട്. നമ്മളോടൊരു എ പിയിലെ ടേംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എ തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്. എ പിയിലെ ടേംസ് അറിയണം. ഓക്കെ, നമ്മളൊരു എ പി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം ഉണ്ടാവും, സെക്കൻഡ് ടേം ഉണ്ട്, തേർഡ് ടേം ഉണ്ട്, എക്സെട്ര. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? A1. അതിന് നമ്മൾ എ എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യും. ദാറ്റ്സ് ഈക്വൽ ടു 10 ആണ്. ഓക്കെ അല്ലേ? സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ഡി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് ടേം കിട്ടുക അല്ലേ? അപ്പോൾ എ പ്ലസ് ഡി, എ എന്ന് പറയുന്നത് 10 ആണ്, ഡിയും 10 ആണ്. 10 + 10 ദാറ്റ്സ് ഈക്വൽ ടു 20. ഓക്കെ അല്ലേ? തേർഡ് ടേം എങ്ങനെയാണ് നമ്മൾ എഴുതുക? തേർഡ് ടേം നമ്മൾ എഴുതുക എങ്ങനെയാണ്? A3 ഈക്വൽ ടു, ഒന്നെങ്കിൽ നമുക്ക് A2ൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് ഡി ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എൻ്റെ കൂടെ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 2 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. A + 2D എന്ന് വെച്ചും ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ A2 + D വെച്ചും ചെയ്യാം. അപ്പോൾ A2 നമുക്ക് 20 എന്ന് കിട്ടി. 20 + 10 ഈക്വൽ ടു 30. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് A1 ആയി, A2 ആയി, A3 ആയി. അപ്പോൾ നമ്മുടെ എ പി എങ്ങനെ വരും? 10, 20, 30 എക്സെട്ര. ഇതാണ് നമ്മുടെ എ പി. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ നോക്കിയേ. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എ എന്ന് പറയുന്നത് -2 തന്നിട്ടുണ്ട്. ഡി എന്ന് പറയുന്നത് 0 ആണ്. കോമൺ ഡിഫറൻസ് ഇല്ല, 0 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഓക്കെ. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? A1 ഈക്വൽ ടു A ഈക്വൽ ടു -2. ദെൻ A2 ഈക്വൽ ടു A1 പ്ലസ് കോമൺ ഡിഫറൻസ് 0 ആണ്. ദെൻ -2 + 0 എന്തിനാണ്? -2. ദെൻ A3 ഈസ് ഈക്വൽ ടു A2 പ്ലസ് കോമൺ ഡിഫറൻസ് 0. ദെൻ എഗെയിൻ ദീസ് A2 ഈക്വൽ ടു -2. അപ്പോൾ ഇവിടെ നമ്മുടെ എ പിയിലെ ടേംസ് ഏതൊക്കെയാണ്? എല്ലാം എന്താണ്? -2 ആണ്. ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. ഓക്കെ, കോമൺ ഡിഫറൻസ് ഹിയർ ഈസ് 0. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയേ. നെക്സ്റ്റ് പ്രോബ്ലത്തിൽ എ ഈക്വൽ ടു 4 എന്നിട്ടുണ്ട്, ഡി ഈസ് ഈക്വൽ ടു -3. അപ്പോൾ എ ഈക്വൽ ടു 4 ആൻഡ് ഡി ഈസ് ഈക്വൽ ടു -3. ഓക്കെ അല്ലേ? ദെൻ A1 ഈക്വൽ ടു എ ഈക്വൽ ടു 4, A2 ഈക്വൽ ടു A1 പ്ലസ് ഡി ഈക്വൽ ടു 4 + -3. ദെൻ 4 - 3 വാല്യൂ ഈസ് 1. Then A3 ഈക്വൽ ടു A2 പ്ലസ് ഡി. ദെൻ A2 എത്രയാണ്? 1 + -3 ദാറ്റ് ഈസ് 1 - 3 ഈക്വൽ ടു -2. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ എ പി എങ്ങനെയാണ് അപ്പോൾ വരിക? എ പി ഫസ്റ്റ് ടേം 4, നെക്സ്റ്റ് ടേം ഈസ് 1 -2 എക്സെട്ര. സെറ്റല്ലേ? അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എന്താ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടേം ഓഫ് ദി എ പി 21, 18, 15 എക്സെട്ര ഈസ് -81? ആൾസോ ഈസ് എനി ടേം 0? ഗിവ് റീസൺ ഫോർ യുവർ ആൻസർ. അപ്പോൾ 21, 18, 15 എന്ന് പറഞ്ഞൊരു എ പി തന്നിട്ടുണ്ട്. അതിൽ എത്രാമത്തെ ടേം ആണ് -81 വരിക? -81 എത്രാമത്തെ ടേം ചോദിച്ചാൽ n ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഈ -81 എന്താണ്? അത് an ആണ്. an ഈക്വൽ ടു -81 ആണ്. അപ്പോൾ an നമുക്ക് തന്നിട്ടുണ്ട്, n നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ an കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ നമുക്കറിയാലോ. ഇനി അത് എഴുതിയാൽ മതി. അപ്പോൾ നമ്മുടെ എ പി എന്താണ്? 21, 18, 15 എക്സെട്ര -81 തന്നിട്ടില്ലേ? ഇതിൽ ഫസ്റ്റ് ടേം എന്താണ്? എ ഈക്വൽ ടു 21. ദെൻ കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം വേണം ചെയ്യാൻ. അപ്പോൾ 80 - 21 ഈക്വൽ ടു -3. ഓക്കെ അല്ലേ? തിരിച്ചെഴുതാൻ നമ്മുടെ എ പി ആകെ തെറ്റിപ്പോവും. അപ്പോൾ എയും ഡിയും ആയി. an ആണ് നമുക്ക് തന്നിട്ടുണ്ട്. an ഈക്വൽ ടു -81. കണ്ടുപിടിക്കേണ്ട എന്താണ്? n ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? an ഈക്വൽ ടു a പ്ലസ് n - 1 ഇൻറ്റു ഡി അല്ലേ? ഇനി എന് നമുക്കറിയാം -81 ഈക്വൽ ടു A21 പ്ലസ് n നമുക്കറിയില്ല n - 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് -3. ഇതിനി സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ -81 ഈക്വൽ ടു 21 പ്ലസ് നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, -3 ഇൻറ്റു n -3n.
-1 ഇൻറ്റു -3 +3. ഓക്കെ അല്ലേ? ഇത്രയും സെറ്റല്ലേ? അപ്പോൾ നമുക്ക് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ആക്കി കൊടുക്കാം. -81 ഈക്വൽ ടു 21 -3n +3 എന്ന് വരും. ഇനി കോൺസ്റ്റൻറ്റ് ടേംസൊക്കെ നമുക്ക് 3n റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ +3n ഈക്വൽ ടു ബാക്കിനൊക്കെ നമുക്ക് 3n ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു, ബാക്കിയുള്ളതൊക്കെ റൈറ്റ് സൈഡിൽ കൊണ്ടുവരാം. ഇവിടെ 21 ഉണ്ട്, +3 ഉണ്ട്. ഈ -81 കൂടി ഇപ്പുറത്ത് വന്നാൽ +81 ആവും. ഇത് മുഴുവൻ ആഡ് ചെയ്തേ. 21 + 3 എത്രയായി? 24 + 81. ദാറ്റ്സ് ഈക്വൽ ടു 105 അല്ലേ? അപ്പോൾ 3n ഈക്വൽ ടു 105. ദെൻ n ഈക്വൽ ടു 105/3. 105/3ൻ്റെ വാല്യൂ എന്താ? നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3 × 3 is 9. 10 - 9 is 1. Then 5 നമ്മൾ ഇറക്കി എഴുതി. 5 × 3 is 15. Then 0. Then 105/3 is 35. അപ്പോൾ 35 35ാമത്തെ 35th ടേമാണ് എന്തെന്ന് പറയുന്നത്? -81 എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുക എന്നുള്ളത് എടുത്തെഴുതുക. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? n ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം an തന്നിട്ടുള്ളത് കൊണ്ട് anൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യുക. an ഈക്വൽ ടു a + n - 1 × d. പിന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. എത്രാമത്തെ ടേമാണ്? -81. 35th ടേം നമുക്ക് കിട്ടി. ഇനി ആൾസോ ഈസ് എനി ടേം 0 വരുന്ന ടേം ഉണ്ടോയെന്ന്. അതായത് an നമ്മൾ എന്താക്കി എടുക്കണം? 0 ആക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ n-ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ നമുക്ക് n-ൻ്റെ വാല്യൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ എത്രാമതാണ് n കിട്ടുന്നത്, ആ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം നമുക്കറിയാം ഈ ഒരു സീരീസിൽ 0 പറയുന്ന ടേം ഉണ്ട് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ AP ഏതായിരുന്നു? 21, 18, 15 എക്സെട്ര. അപ്പോൾ അതിൽ 0 എന്ന് പറഞ്ഞ ടേം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ an ഈക്വൽ ടു നമ്മൾ 0 ആക്കി എടുക്കാം. ദെൻ a ഈക്വൽ ടു 21, d ഈക്വൽ ടു 18 - 21 ഈക്വൽ ടു -3. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലേ. അപ്പോൾ ദെൻ നമുക്ക് an ഒക്കെ നമ്മൾ ഇക്വേഷൻ എഴുതാം. an ഈക്വൽ ടു a + n - 1 × d എന്നാണ്. a-ന് 0 കൊടുക്കുക. 0 ഈക്വൽ ടു 21 + n - 1 × -3 എന്ന് പറയും. ദെൻ 0 ഈക്വൽ ടു 21 - 3n + 3 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? ദെൻ 3നെ നമുക്ക് അവിടെ വയ്ക്കാം. നമുക്കിനി n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 3n ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 3n ഈക്വൽ ടു 21 + 3 എന്ന് വരും. ദെൻ 3n ഈക്വൽ ടു 21 + 3 is 24. ദെൻ n ഈക്വൽ ടു 24/3. എത്ര? 24/3ൻ്റെ വാല്യൂ 8. അപ്പോൾ 8th ടേമാണ് എന്ത്? 0. അപ്പോൾ 0 എന്ന് പറയുന്നത് ഈ APയിലെ ഒരു ടേമാണ്. എത്രാമത്തെ ടേമാണ്? 8ാമത്തെ ടേമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഒരൊറ്റ ഇക്വേഷനെ യൂസ് ചെയ്തിട്ടുള്ളൂ. an ഈക്വൽ ടു a + n - 1 × d. ഈ ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ചെയ്യാം. എയും ഡിയും നമുക്ക് ഒരു AP കിട്ടിയാൽ എഴുതാൻ പറ്റും. ഇനി n തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ an കണ്ടുപിടിക്കണം, an തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ n കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ. അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ വേഗം കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ദി 3rd and 9th ടേം ഓഫ് ദ AP ആർ 4 and -8 റെസ്പെക്റ്റീവ്ലി, ദെൻ വിച്ച് ടേം ഓഫ് ദിസ് AP is 0? നമുക്ക് AP ഇതിൽ ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല. പകരം 3rd ടേമും 4th ടേമുമാണ്, അല്ല 3rd ടേമും 9th ടേമുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? നമ്മൾ ഫസ്റ്റ് ടേം നമുക്കറിയണം, കോമൺ ഡിഫറൻസ് അറിയണം. എന്നാലല്ലേ നമുക്ക് 0 അതിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം അത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ 3rd ടേം തന്നിട്ടുള്ളത് എത്രയാണ്? 4 ആണ്. അതുപോലെ 9th ടേം തന്നിട്ടുള്ളത് -8 ആണ്. എന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് എന്താണ്? A3 എന്ന് പറയുന്നത് 4ഉം A9 എന്ന് പറയുന്നത് -8ഉം അല്ലേ? A3 എന്ന് വെച്ചാൽ 3rd ടേം, A4 എന്ന് പറഞ്ഞാൽ 4th ടേം. ഓക്കെ അല്ലേ? അപ്പോൾ A3 ഈക്വൽ ടു 4 എന്ന് വെച്ചാൽ നമുക്ക് an ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താണ്? a + n - 1 × d. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് ഏതാണ്? 3 ആണ്. അപ്പോൾ A3 ഈക്വൽ ടു a + n 3 ആണ്. അപ്പോൾ 3 - 1
2D. A3യുടെ വാല്യൂ ഓൾറെഡി ഗിവൺ ആണ്, എന്താണ് 4. അപ്പോൾ 4 ഈക്വൽ ടു A പ്ലസ് 2D. നമുക്കൊരു ഇക്വേഷൻ കിട്ടിയില്ലേ? ഇതുപോലെ A9 വെച്ചിട്ട്, A4 അല്ല ഇവിടെ എന്താണ് A9 അല്ലേ, 9th ടേം അല്ലേ, ഓക്കെ. A9 വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എയും ഡിയും കണ്ടുപിടിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. തേർഡ് ടേം ആയിട്ടുള്ള A3 എന്ന് പറയുന്നത് എന്താണ് 4 എന്നും A9 9th ടേം ഈക്വൽ ടു -8 എന്നും തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ A3 എന്ന് വെച്ചാൽ AN എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ മനസ്സിലുണ്ടാവണം, A പ്ലസ് N മൈനസ് 1 ഇൻറ്റു D. അപ്പോൾ A3 എന്ന് പറയുമ്പോൾ A3 ഈക്വൽ ടു A പ്ലസ് 3 മൈനസ് 1 ഈസ് 2D. അപ്പോൾ A3ൻ്റെ വാല്യൂ എന്താണ് 4 ഈക്വൽ ടു A പ്ലസ് 2D. ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. അതുപോലെ A9 എന്ന് തന്നിട്ടുണ്ട്, A9 ഈക്വൽ ടു -8. അപ്പോൾ A9 ഈക്വൽ ടു A പ്ലസ് N എന്ന് പറഞ്ഞാൽ 9 അല്ലേ, അപ്പോൾ 9 മൈനസ് 1 ഈസ് 8D. A9ൻ്റെ വാല്യൂ -8 ഈക്വൽ ടു A പ്ലസ് AD. ഇക്വേഷൻ നമ്പർ 2. ഈ ഇക്വേഷൻ 1നെയും 2നെയും നമുക്ക് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യണമെങ്കിൽ ഒരേപോലെ ഉള്ളത്, ഇവിടെ A സിമിലർ ആണ്, ഇവിടെയും A സിമിലർ ആണ്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എയും ക്യാൻസൽ ചെയ്ത് പോയില്ലേ, പിന്നെ D അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ D കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ഇക്വേഷൻ കിട്ടിയത്. ഈ 2 ഇക്വേഷൻ നമ്മൾ സബ്സ്ട്രാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ മൈനസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 4 മൈനസ് -8 എന്ന് വരും. ദാറ്റ് ഈസ് 4 പ്ലസ് 8 ഈക്വൽ ടു എന്താണ് 12. അപ്പോൾ നമുക്ക് 12 ഈക്വൽ ടു A മൈനസ് A 0 ആയി പോവും. ദെൻ 2 മൈനസ് 8ൻ്റെ വാല്യൂ -6. അപ്പോൾ 12 ഈക്വൽ ടു -6D. ദെൻ 12 ഈക്വൽ ടു -6D കിട്ടി. അപ്പോൾ D ഈക്വൽ ടു നമുക്ക് 12/-6 എന്ന് എഴുതാം, അല്ലെങ്കിൽ -12/6 എഴുതാം. -12/6ൻ്റെ വാല്യൂ എന്താണ് -2. ഓക്കെ അല്ലേ? അപ്പോൾ ഡീൻ്റെ വാല്യൂ എന്തെന്ന് കിട്ടി നമുക്ക് -2 എന്ന് കിട്ടി. ഇനി നമുക്ക് എൻ്റെ വാല്യൂ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് AP ഡയറക്റ്റ് എഴുതാമല്ലോ. അപ്പോൾ നമ്മൾ ആ 2 ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, Aയും Dയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഡീൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഡീൻ്റെ വാല്യൂ കൊടുത്താൽ നമുക്ക് എയും കിട്ടില്ലേ? നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ D കണ്ടുപിടിച്ചു, D ഈക്വൽ ടു -2. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഡീൻ്റെ വാല്യൂ കൊടുത്താൽ നമുക്ക് A കണ്ടുപിടിക്കാൻ പറ്റും. ഏത് ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ 2 ഇക്വേഷൻ വെച്ച് ചെയ്ത് കാണിച്ചു തരാം. ദെൻ 4 ഈക്വൽ ടു A പ്ലസ് 2 ഇൻറ്റു ഡീൻ്റെ വാല്യൂ -2. ദെൻ 4 ഈക്വൽ ടു A -2 ഇൻറ്റു -2ൻ്റെ വാല്യൂ -4. ഏനെ നമ്മൾ റൈറ്റ് സൈഡിൽ തന്നെ വെച്ചു, -4നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 4 പ്ലസ് 4 പ്ലസിൻ്റെ വാല്യൂ എന്താണ് 8. അപ്പോൾ A ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടി 8 എന്ന് കിട്ടി. ഫസ്റ്റ് ടേം കിട്ടിയല്ലോ. ഇത് തന്നെ നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷൻ വെച്ചിട്ടും ചെയ്യാം. എങ്ങനെ? -8 ഈക്വൽ ടു A പ്ലസ് 8 ഇൻറ്റു -2. ദെൻ -8 ഈക്വൽ ടു A -16. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ A വെച്ചിട്ട് 16 എങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ -8 പ്ലസ് 16. -8 പ്ലസ് 16ൻ്റെ വാല്യൂ എന്താ 8 ഈക്വൽ ടു A. ഏത് ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് Aയും കിട്ടി, അതുപോലെ തന്നെ Dയും കിട്ടി. ഇനി നമുക്ക് AP എഴുതിക്കൂടെ? അപ്പോൾ ഇനി ഫസ്റ്റ് ടേം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഫസ്റ്റ് ടേം A1 ഈക്വൽ ടു A തന്നെയാണ്, അത് 8 എന്ന് കിട്ടി. സെക്കൻഡ് ടേം A2 ഈക്വൽ ടു A1 പ്ലസ് D ചെയ്താൽ മതി അല്ലേ? A1 എന്താണ് 8 പ്ലസ് -2, ദാറ്റ്സ് ഈക്വൽ ടു 6. ദെൻ A3 ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ മതി? A2 പ്ലസ് D കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു A2ൻ്റെ വാല്യൂ എത്രയാണ് 6 മൈനസ് 2, ദാറ്റ്സ് ഈക്വൽ ടു 4. അപ്പോൾ നമ്മുടെ AP നമുക്ക് എങ്ങനെ കിട്ടും? ഫസ്റ്റ് ടേം 8, സെക്കൻഡ് ടേം 6, ദെൻ 4 ഈക്വൽ ടു എക്സെട്ര എന്ന് പറഞ്ഞു പോകും. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതിൽ ഏത് ടേമാണ് 0 വരിക എന്നല്ലേ? അപ്പോൾ ഇത് കുറഞ്ഞു വരുമ്പോൾ എങ്ങനെയായാലും 0 വരും നമുക്കറിയാം. അത് എത്രാമത്തെ ടേമാണ് ഈ 0 വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് കണ്ടുപിടിക്കാം. അപ്പോൾ A ഈക്വൽ ടു 8 ആണ്, D ഈക്വൽ ടു -2 ആണ്, AN ഈക്വൽ ടു 0 ആക്കി എടുത്തു. ദെൻ AN ഈക്വൽ ടു A പ്ലസ് N മൈനസ് 1 ഇൻറ്റു D. എൻ്റെ വാല്യൂ 0 ഈക്വൽ ടു എൻ്റെ വാല്യൂ എന്താണ് 8 പ്ലസ് N നമുക്കറിയില്ല, N മൈനസ് 1 ഇൻറ്റു ഡീൻ്റെ വാല്യൂ -2. ദെൻ 0 ഈക്വൽ ടു 8 പ്ലസ് നമ്മൾ ഇവിടെ ബ്രാക്കറ്റ് നോക്കാം, -2 ഇൻറ്റു N മൈനസ് 2N, ദെൻ +2. ഓക്കെ അല്ലേ? ദെൻ 0 ഇവിടെ നമുക്ക് ബാക്കി ഇവിടെ ചെയ്യാം. ദെൻ 0 ഈക്വൽ ടു
8 മൈനസ് 2n പ്ലസ് 2. ഈ മൈനസ് 2n ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. 2n ഈക്വൽ ടു 8 പ്ലസ് 2. ദെൻ 2n ഈക്വൽ ടു 8 പ്ലസ് 2 10. ദെൻ n ഈക്വൽ ടു 8/2 ദാറ്റ്സ് ഈക്വൽ ടു 5. അപ്പോൾ ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ ഈ ഒരു AP-യിൽ ഫിഫ്ത്ത് ടേം എന്താണ്? 0 ആണ്. അത്രയുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് AP തന്നിട്ടില്ല, തേർഡ് ടേമും നയൻത്ത് ടേമുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് നമ്മൾ 2 ഇക്വേഷൻ എഴുതി. എന്നിട്ട് ആ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എൻ്റെ വാല്യൂവും ഡീൻ്റെ വാല്യൂവും കണ്ടുപിടിച്ചു. എൻ്റെ വാല്യൂവും ഡീൻ്റെ വാല്യൂവും കിട്ടിയപ്പോൾ നമുക്കൊരു AP എഴുതാൻ പറ്റി. AP കിട്ടിയിട്ട് പിന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 0 എന്ന് പറയുന്ന ടേം ഈ AP-യിൽ ഉണ്ടാകുമോ? അപ്പോൾ നമ്മൾ AN ഈക്വൽ ടു 0 ആക്കി എടുത്തു. എന്നിട്ട് Nൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അത്രയേ ഉള്ളൂ.